സാധാരണക്കാരായ കേഡർ പ്രവർത്തകരെയാണ് പിണറായി വിജയൻ RSSലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീ എമ്മിന് കരാറ് കൊടുത്തതായിരുന്നു, RSS ആചാര്യൻ ശ്രീ എമ്മിന് കരാറ് കൊടുത്തതായിരുന്നു ഈ കേഡർ പ്രവർത്തകരെ മാറ്റാനുള്ള. ഇപ്പോഴിതാ ഈ കൃമികീടങ്ങളുടെ നേതാവായിട്ടുള്ള ഒന്നാം തരം അന്തംകമ്മി M സ്വരാജ്, ആ സ്വരാജിനെ കൂടി ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാ. ആ ബുദ്ധിജീവി ഇപ്പോൾ RSSകാരുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. RSSലേക്ക് മെയ് 4 കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭരണം നഷ്ടപ്പെടും. ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് RSSൻ്റെ പ്രവർത്തകനാകുക, RSSകാരനാകുക, രാഷ്ട്രീയ സ്വയം സേവകനാകുക. ഇത്ര ദിവസവും RSS ഏജൻ്റായിരുന്നു. RSS ഏജൻ്റായിരുന്നു ഇത്ര ദിവസം. ഇനി പക്ക RSSകാരൻ. ഏജന്റ് എന്നുള്ളത് വേണ്ട, തനിക്ക് പക്ക RSSകാരനാകണം എന്നുള്ള രീതിയിലാണ് സ്വരാജ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് RSS നേതാവ് പ്രതീഷ് വിശ്വനാഥ്, പ്രതീഷ് വിശ്വനാഥ് വന്നു, കണ്ടു, സംസാരിച്ചു, ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പം സ്വരാജ് പറയുന്നത് സൗഹൃദമാണെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. പോകുന്നതിന് മുമ്പ് മെയ് 4 വരെ സൗഹൃദമെന്ന് പറയും. മെയ് 4 കഴിയുമ്പോൾ RSSൻ്റെ സംഘ് പരിവാറിൻ്റെ വികസന രാഷ്ട്രീയത്തിനുള്ള പിന്തുണയാണ് ഞാൻ നൽകുന്നത് എന്നായിരിക്കും പറയുക. അപ്പം എന്താണെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ കേരളത്തിൽ ഒന്നും ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു? RSSന് വേണ്ടി പ്രവർത്തിച്ചു, RSSൻ്റെ ഏജൻ്റായി പ്രവർത്തിച്ചു, RSSന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു അല്ലേ? തൃശ്ശൂരിൽ മറ്റേ നമ്മളെ MR അജിത് കുമാറിനെ പറഞ്ഞു വിട്ട് RSS നേതാക്കളുമായി ചർച്ച നടത്തി. ആ RSS നേതാക്കൾ പറഞ്ഞതനുസരിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ സുരക്ഷാ ചുമതല MR അജിത് കുമാറിനെ ഏൽപ്പിച്ച് MR അജിത് കുമാർ സുരക്ഷാ ചുമതല ഭംഗിയായി നിർവഹിക്കുന്നതിന് പകരം പൂരം കലക്കി കയ്യിൽ കൊടുത്തു. ആ പൂരവേദിയിലേക്ക് സുരേഷ് ഗോപിയെ സിനിമകളിലൊക്കെ കൊണ്ടുവരുന്നത് പോലെ ഒരു ഹീറോയിക് പരിവേഷത്തിൽ കൊണ്ടുവന്നു. അവിടെയും തീർന്നില്ല. 2024 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും വിജയം ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞ് PM ശ്രീയിൽ രാത്രിക്ക് രാത്രി പോയിട്ട് ഒപ്പിട്ട് വന്നു. അതും കഴിഞ്ഞ് 2025 ഡിസംബറിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം RSSൻ്റെ അണ്ണാക്കിലേക്ക്, പിണറായി വിജയൻ്റെ ഒരു ഇഷ്ടദാനം എന്നുള്ള രീതിയിലേക്ക് അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തു. ഇതും പോരാത്തതിന് കഴിഞ്ഞ 10 വർഷമായിട്ട് ആയിരക്കണക്കിന് കേഡർ പ്രവർത്തകരെ, CPMൻ്റെ കേഡർ പ്രവർത്തകരെ RSSകാരാക്കി കൺവേർട്ട് ചെയ്യുക, കൺവേർഷൻ പ്രോസസ്സിങ്, കൺവേർട്ട് ചെയ്ത് കൊണ്ടിരിക്കുക. അതും പോരാത്തതിന് ഇപ്പോൾ ഈ കേഡർ കൃമികീടങ്ങളുടെ നേതാവായിട്ടുള്ള സ്വരാജിനെ RSSകാരിലേക്ക് എൻ്റെ വക, ഞാൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് എൻ്റെ വക, എൻ്റെ ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ സ്വരാജിനെ RSSകാർക്ക് ദാനം നൽകിയിരിക്കുന്നു പിണറായി വിജയൻ അല്ലേ? കഴിഞ്ഞ ദിവസം ഫാത്തിമ ദഹ്ലിയോട് ഒരു ചോദ്യം ചോദിക്കേണ്ടായി, എന്തുകൊണ്ടാണ് സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ചത് എന്ന്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ. എന്തുകൊണ്ട് സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ചു എന്നാണ് ഫാത്തിമ ദഹ്ലിയോട് ചോദിച്ചത്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കണ്ടത്. നമ്മളെ ഡീല് പറഞ്ഞുറപ്പിച്ചു, കൃത്യമായിട്ട് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി മെയ് 4 വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം മെയ് 4 വരെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ. ആ കസേരയിൽ വിജയൻ ഇരിക്കുമ്പോൾ അങ്ങനെ പരസ്യമായിട്ട് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ? ആർക്ക് മോശം? വിജയനും മോശം, വിജയൻ്റെ കൃമികീടങ്ങൾക്കും മോശം, എല്ലാവർക്കും മോശം. അതുകൊണ്ട് അതുവരെ പോകുന്നില്ല. മെയ് 4 കഴിയുന്നതോടുകൂടി വിജയൻ കസേരയിൽ നിന്ന് ഇറങ്ങുമെന്നുള്ളത് സ്വരാജിനും ഉറപ്പാണ്, വിജയനും ഉറപ്പാണ്, RSSനും ഉറപ്പാണ്, AKG സെൻറ്ററിൽ ഇരിക്കുന്നവർക്കും ഉറപ്പാണ്. അപ്പോൾ ഡീൽ ഡൺ. സമയമുണ്ട്, മെയ് 4 ശേഷം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചെക്കൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്താക്കും, ഇന്നായിരിക്കും ചിലപ്പോൾ ചെക്ക് കൊടുക്കുന്നത്, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിരിക്കും ചെക്കിൽ എഴുതിയിട്ടുണ്ടാകുക. അതുപോലെ ഡീല് ഉറപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഡേറ്റ് മെയ് 4 ശേഷം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനു വേണ്ടിയാണോ
പിണറായി വിജയനെ വലിയ അർത്ഥത്തിൽ RSS സഹായിച്ചു കൊണ്ടേയിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യുപകാരം പിണറായി വിജയൻ പല രീതിയിലാണ് ചെയ്തു കൊടുത്തത്. RSSനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മണ്ണ് അവർക്ക് വളക്കൂറുള്ളതല്ല, അവർക്ക് വളരാൻ പ്രാപ്തമായ മണ്ണല്ല കേരളം. കേരളത്തിൻ്റെ മണ്ണിൽ എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ജനം ചവിട്ടി അരച്ച് മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് RSSനെ ചെയ്തത്. അവിടെ ഇനി എങ്ങനെ ഒന്ന് മുള പൊട്ടിക്കാൻ കഴിയും, ഒന്ന് എങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മുള പൊട്ടി മുകളിലോട്ട് പൊന്തി വരാൻ കഴിയും, ഉയർന്നു വരാൻ കഴിയും എന്നുള്ള ചിന്തയിൽ നിന്നാണ് RSSന് ഒരു കാര്യം മനസ്സിലായത്. ഡയറക്റ്റായിട്ട് പോയിട്ട് ഈ പറയുന്ന വർഗീയതയും വിദ്വേഷവും വെറുപ്പും അസഹിഷ്ണുതയും പച്ച നുണകളും പച്ചക്കള്ളങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ വില പോകില്ല. പിന്നെ അവിടെ എന്ത് വേണം? അവിടെ ഒരു ഐഡിയോളജി ചേഞ്ച് വേണം. എന്താ ചേഞ്ച്? ഇപ്പം നേരിട്ട് നടത്താൻ പറ്റൂല. അപ്പം എന്താക്കുക? ചില ആളുകളെ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ആ കൺവേർഷൻ പ്രോസസ്സ് ആരെ ഏൽപ്പിച്ചു? വിജയനെ ഏൽപ്പിച്ചു. ആ കൺവേർഷൻ പ്രോസസ്സ് ഏൽപ്പിക്കുമ്പോൾ വിജയൻ്റെ കയ്യിൽ അതിനു വേണ്ട ഒരു ആചാര്യനെ ഏൽപ്പിച്ചു. ശ്രീം എന്ന് പറയുന്ന RSSൻ്റെ ആചാര്യനെ. ഒരു കയ്യിൽ അത് കൊടുത്തു, മറു കയ്യിൽ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വക്താവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെയും ഏൽപ്പിച്ചു. രണ്ടുപേരെയും ഏൽപ്പിച്ചു. വിജയൻ വളരെ ശ്രദ്ധാപൂർവം ഒരു പോറൽ പോലും ഏൽക്കാതെ എന്നാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് സർക്കാർ സൗകര്യങ്ങൾ, സർക്കാർ ചെലവിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് കേഡർ പ്രവർത്തകരോട് വിജയൻ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് ഉണ്ട്, അവിടെ പോയിരിക്കണം. അപ്പോൾ ഈ കൃമികീടങ്ങൾ ചോദിച്ചു, അതെന്തിനാ രാജാവേ? രാജാവ് പറഞ്ഞു, അപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ട. അത് കേട്ടിട്ട് അപ്പം തിന്നാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കൃമികീടങ്ങൾ പോയിരുന്നു ശ്രീ എമ്മിൻ്റെ ക്ലാസ്സിൽ. ശ്രീ എം ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം അവസാനം എന്തുണ്ടായി? കേഡറൊക്കെ മാറി RSS ആയി. കേഡർ ടു RSS കൺവേർഷൻ. അതിൻ്റെ പരിസമാപ്തി കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാ. കൃത്യമായിട്ട് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഏറിയ ആ നിമിഷം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാ. അപ്പം അതിൻ്റെ അവസാനം പരിസമാപ്തി എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ബുദ്ധിജീവി, കൃമികീടങ്ങളുടെ ബുദ്ധിജീവി സ്വരാജിനെ കൂടി ഈ കൺവേർട്ട് ചെയ്ത RSSകാരുടെ നേതാവാക്കിയിട്ട് സ്വരാജിനെ കൂടി അങ്ങോട്ടൊരു സമ്മാനമായിട്ട് നൽകുകയാണ് വിജയൻ ചെയ്യുന്നത്. അപ്പോൾ ബംഗാളിൽ എന്ത് സംഭവിച്ചു? പാർട്ടി ഓഫീസുകൾ, ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ, ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ ഒക്കെ എന്തായി? മാരാർജി ഭവൻ പോലെയുള്ള BJPയുടെ സംഘപരിവാർ കേന്ദ്രങ്ങളായി മാറി. ഇവിടെയും അത് തന്നെ. ഇവിടെയും അതിൻ്റെ കൺവേർഷൻ പ്രോസസ്സിങ്, ആ പ്രോസസ്സിങ് ഇനിയും നടക്കും. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ കേഡർമാരെ, ആയിരക്കണക്കിന് കേഡർമാരെ RSSകാരാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി ആ കൺവേർട്ട് ചെയ്തപ്പെട്ട ആളുകൾക്ക് ഒരു നേതാവ് വേണം. ആ നേതാവിനെയാണ് ഇപ്പോൾ പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും സംഘാവ് എന്ന് ഫാത്തിമ ദഹലിയ സ്വരാജിനെ വിളിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാകും. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെയ് 4 കൂടി കഴിയുമ്പോൾ ആ സംശയങ്ങൾ കൂടി അവസാനിക്കും. മനസ്സിലായില്ലേ? ആ മെയ് 4 കഴിയുന്നതോടുകൂടി എന്തെങ്കിലും ചെറിയ രീതിയിലേ അതെങ്ങനെ ഇതെങ്ങനെ എന്നുള്ള സംശയമുണ്ടെങ്കിൽ മെയ് 4 കൂടി ആ സംശയങ്ങൾ കൂടി അവസാനിക്കും. അങ്ങനെ പൂമരം, ഏത് പൂക്കാൻ കഴിയാത്ത, പൂത്തുലയാൻ ഇതുവരെ സാധിക്കാൻ കഴിയാത്ത പൂമരം കൂടി ചാണകത്തിൽ ചവിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതല്ലെങ്കിലും ഇപ്പം അങ്ങനെയാണല്ലോ. അവസാനം കേരളത്തിലെ ഏറ്റവും പ്രാപ്തനായ, മത്സരിക്കാൻ യോഗ്യതയുള്ള എന്ന് പറഞ്ഞിട്ട് നിലമ്പൂരിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അവസാനം 8 നിലയിൽ പൊട്ടിയതാ. ഏറ്റവും ഒടുവിലത്തെ കാര്യം ഞാൻ പറയുന്നത്. അതിന് മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങൾ വേറെ. അപ്പോൾ പൂമരം നോക്കിയിട്ട് എങ്ങനെയും പൂത്തുലയാൻ സാധിക്കുന്നില്ല. എല്ലായിടത്തും പരാജയങ്ങളും തോൽവിയും നാണക്കേടും മാത്രം ബാക്കി.
അപ്പോൾ പൂമരം നോക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പം നമ്മൾ സാധാരണ വാഴക്ക്, ചീരക്ക്, മത്തൻ്റെ വള്ളിച്ചോടിന് ഒക്കെ എന്താക്കും, ചാണകം കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. എന്തിനാ? ഒന്നുകൂടി ഉഷാറാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂമരം നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി ചാണകത്തിൽ ചവിട്ടിയാൽ ഒന്ന് വളരാൻ കഴിയും, ഉയർച്ചയുണ്ടാകും, ഒന്ന് പൂത്തുലയാൻ കഴിയും എന്ന് പൂമരം മനസ്സിലാക്കി. അങ്ങനെ പൂമരം ഈ തൻ്റെ തീരുമാനം രാജാവിന് മുന്നിൽ സമർപ്പിച്ചു. അപ്പോൾ രാജാവ് എന്ത് പറഞ്ഞ്? രാജാവ് പറഞ്ഞു, ഇത് ഞാനായിട്ട് അങ്ങോട്ട് പറയാൻ നിൽക്കിയിരുന്നു, പക്ഷെ മെയ് 4 കഴിഞ്ഞിട്ട് പറയാ എന്ന് കരുതി ഇരുന്നതാ. നീയായിട്ട് ഇപ്പം എന്തായാലും ഇത് പറഞ്ഞത് നന്നായി. ഉടനടി നമ്മളെ RSS ഏജൻറ്റ് നാഗ്പൂരിലേക്ക് വിളിക്കുക. ഹലോ, ഇവിടെ ചാണകത്തിൽ ചവിട്ടാൻ റെഡിയായിട്ട് ഒരാൾ നിൽപ്പുണ്ട്, നിങ്ങളുടെ ഒരു ഏജൻറ്റിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം, കച്ചവടം ഉറപ്പിക്കണം. ഉടനടി RSS നാഗ്പൂരിൽ നിന്ന് കോള് വരുന്നു. പ്രതീഷ് വിശ്വനാഥ് ഓടിയെത്തുന്നു. ഡീൽ ഡൺ, ഖതം, ഫിനിഷാക്കി. അങ്ങനെ പൂമരവും ചാണകത്തിൽ ചവിട്ടിയിരിക്കുന്നു. സഖാക്കളെ, സംഘാക്കളെ, സംഘാക്കളെ, സംഘാക്കളെ.